വളരെ മനോഹരമാണ് ആ കാഴ്ച. എന്നെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇത്ര എക്സ്പെർട്ടായിട്ട് വെട്ടുന്നത്? ബ്രദർ പറഞ്ഞു, നിത്തൊഴിൽ അഭ്യാസം. ഭാവി വാസ്തുരമാക്കാൻ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഭാവി വാസ്തുരമാക്കാനായിട്ട് ഈ പ്രദേശത്ത് അഹോരാത്രം ഇവിടെ പരിശ്രമിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. ഈ ഉത്തരാധുനിക യുഗത്തില് നാം രണ്ട് നമുക്ക് വേണ്ട എന്നുള്ള ചിന്താഗതിയാണ് ഭൂരിഭാഗം ആളുകൾക്കും. ഞാനിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഇവര് എങ്ങനെയാണ് ഇത്രയും കുട്ടികളെ നോക്കുന്നേ? ഇവരുടെ നന്മ അല്ലെങ്കിൽ ഇവരുടെ ജീവിത ശൈലി, നമ്മുടെ ഇവിടുത്തെ പ്രദേശത്തിന്റെ ജീവിത ശൈലിയെ ഒറ്റ വാക്കില് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വലിയ പ്രസവമൊന്നും കേൾക്കാനല്ല ആരും ഇവിടെ ഇരിക്കുന്നത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സർവീസ് വിതൗട്ട് ലിമിറ്റ്. ഞാൻ ഒറ്റ വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ, സർവീസ് വിതൗട്ട് ലിമിറ്റ്. ഏത് കുഞ്ഞിന് അസുഖം വന്നാലും ഏത് പാതിരാത്രിയും എഴുന്നേറ്റ് അവർക്ക് വേണ്ടിയിട്ട് സർവീസ് ചെയ്യാനായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പ്രദേശത്ത് ഭാവി വാസ്തുരമാക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾക്ക് കലാപരമായും സാംസ്കാരികപരമായും പഠനപരമായും ഒരുപാട് കുട്ടികൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങി മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങള്, അതിവേഗം ബഹുദൂരമാണ് ഇന്നത്തെ ലോകം കാലം. അതിവേഗം ബഹുദൂരം ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രദേശത്തിനും കുട്ടികൾക്കും എല്ലാവർക്കും ഇതിന്റെ പുറകില് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. നാട്ടുഭാഷയില് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഉന്നം മറന്ന തെന്നി പറന്ന പൊന്നിൻ കിനാക്കളാണ് പലപ്പോഴും ഈ കുട്ടികൾ വീട്ടിലായിരിക്കുമ്പോൾ. ബാലനഗർ ഫെസ്റ്റ് 2012 എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ പ്രിയപ്പെട്ട ജോസഫ് മുണ്ടോഴിക്കര ബ്രദർ വളരെ ഇതിൻ്റെ ചരിത്രം അല്പം സൂചിപ്പിച്ചു. നമുക്കൊക്കെ ചിന്തിക്കാം, 99 വർഷം ഈ സ്ഥാപനം വളർത്തി, ഈ സ്ഥാപനത്തിൽ നിന്ന് ഒട്ടേറെ കുട്ടികൾ വളർന്ന് നല്ല നിലയിൽ പുറത്തു പോയിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്ത് നിന്ന് അപേക്ഷിച്ച് ഒട്ടേറെ സൗകര്യങ്ങൾ അവർക്കുണ്ട്. അത് പൂർണ്ണമായും അത് പ്രയോജനപ്പെടുത്തി ഈ സ്ഥാപനത്തിൽ താമസിക്കുന്ന കാലം ഏറ്റവും നന്നായി, ഏറ്റവും മിടുക്കരായി അത് പ്രയോജനപ്പെടുത്താനുള്ള ശ്രമം കുട്ടികളുടെ ഭാഗത്തുണ്ടാകണം. നമ്മുടെ ഹെഡ് മാസ്റ്റർ 4ാം ക്ലാസ്സിൽ നിന്ന് ജോയി, 7ാം ക്ലാസ്സിൽ നിന്ന് ഷെബിൻ ഷെന്നി, 8ാം ക്ലാസ്സിൽ നിന്ന് അഭിജിത്ത് സുരേഷ്, നിന്ന് ബെബിൻ അഗസ്റ്റിൻ, 10ാം ക്ലാസ്സിൽ നിന്ന് 2 കുട്ടികളാണ് സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. അഖിൽ പി ഷാജു, സെബിൻ വർഗീസ്. ഈ വർഷത്തെ കടന്നു വരിക. എൻവയോൺമെന്റ് അപ്പുറത്തേക്കുന്നത് ഇപ്പോൾ വിലക്കയറ്റത്തെ കുറിച്ച് സാറ് ഡൽഹിയിൽ എന്താണ് പ്രസംഗിച്ചത്?
എടോ, പ്രസംഗിക്കാൻ എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ. ഓ അത് ശരി സാർ, ഹിന്ദിയൊക്കെ വളരെ സിമ്പിൾ അല്ലേ, ഞാൻ പഠിപ്പിച്ചു തരാം. തുമാരാ നാം ക്യാ ഹേ? എന്ത്? തുമാരാ നാം ക്യാ ഹേ? കുമാരൻ മൂക്കന്നൂരിലെ പാർട്ടി പ്രസിഡന്റ് അല്ലേ? എന്റെ പോലെ സാറേ, അതല്ല, ക്യാ കർത്താ ഹേ? വെയില് ഹേ. മനസ്സിലായില്ല? ശക്തമായ വെയിൽ കൊണ്ടാണ് കായ കറുത്തുപോയത്. സാർ ഒരു കാര്യം ചോദിച്ചില്ല, പത്രത്തിലൊക്കെ ചില വാർത്തകൾ വരുന്നുണ്ട്, ഒരു സ്ത്രീയും പുരുഷനും കണ്ടുമുട്ടിയാൽ അത് അവിഹിത ബന്ധമെന്ന് പത്രങ്ങൾക്ക് അടിച്ചിറക്കുന്നത് ശരിയാണോ? ആയിക്കോട്ടെ, ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു സ്ത്രീയും പുരുഷനും കണ്ടുമുട്ടിയാൽ അവിടെ അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. എന്നാലും ശബരിമലയ്ക്ക് തേങ്ങ കൊണ്ടുപോകുന്നത് ചമ്മന്തി അരയ്ക്കാനാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോടോ? അതില്ല സാർ. സാർ, അവസാനമായിട്ട് നമ്മളുടെ ഈ കുട്ടികളോടും ഈ മാതാപിതാക്കളോടും നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദർമാരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചൊന്ന് പറയാം. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. നന്ദി, നമസ്കാരം. ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? അതൊക്കെ കൊണ്ട് ചേട്ടൻ സ്പോട്ടിൽ ഉണ്ടായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നു. ചേട്ടനെ കൊണ്ട് ചോദിക്കാൻ പാടില്ലായിരുന്നോ? അത് ശരി, ഞാൻ തല്ലും കൊള്ളണം, ഞാൻ തന്നെ ചോദിക്കുകയും വേണം. ചേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് മാന്യന്മാർ നടത്തുന്ന വളരെ ഭംഗിയായിട്ടൊരു പരിപാടിയാണിത്. മാന്യന്മാരെ നടത്തുന്ന പരിപാടി എന്നുള്ളത് എനിക്കറിയാം. ഈ ഇരിക്കുന്നവരൊക്കെ മാന്യന്മാരാണെന്ന് എനിക്കറിയാം. പക്ഷെ നീ ആ മാന്യനല്ല എന്നുള്ളതും എനിക്കറിയാം. എന്റെ മാന്യതക്ക് എന്താണ് കുറവ്? എടാ, നീ മാന്യനാണെന്ന് ഞാൻ അംഗീകരിക്കണമെങ്കിൽ ഞാൻ കാണിക്കുന്ന സാധനം നീ ഇവിടെ കാണിക്കണം. അംഗീകരിക്കോ? അംഗീകരിക്കും. ഉറപ്പാണല്ലോ. ഞാൻ കാണിക്കുന്ന സാധനം അത് സ്പോട്ടിൽ കാണിച്ച നീ മാന്യയാണെന്ന് ഞാൻ അംഗീകരിക്കും. കാണിച്ചോ? ശ്രദ്ധിച്ച് നിൽക്കണോട്ടോ. മാന്യനാണോ എന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഞാൻ കാണിക്കുന്ന നോക്കിക്കോ. ഈ സംഭവം ഇത് കാണിക്കും. ഇത് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ നീ മാന്യനാണെന്ന് അംഗീകരിക്കും. അത്രയേ ഉള്ളൂ. നുറുക്ക് തിന്നണം. കാണിക്കണം. ഞാൻ ഒന്നും കൂടി കാണിക്കാം. ശ്രദ്ധിച്ചു നിൽക്കണം. ആയിക്കോട്ടെ. ഒന്ന് കാണിക്കും. അംഗീകരിക്കും. എടാ, മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര ഇതിലൊരു മുദ്രയുണ്ട്. ഈ മുദ്ര ശ്രദ്ധിക്കും. നോക്കിയോ? ഞാൻ കാണിക്കാം. ഇങ്ങോട്ട്. വർഗീസ് മഞ്ഞളി CST ബാലനഗർ ഫെസ്റ്റിന്റെ വാർഷികാഘോഷവും വെബ്സൈറ്റിന്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചുകൊണ്ട് ഈ ദിനത്തെ ധന്യമാക്കിയതിന് ബാലനഗർ കുടുംബത്തിന്റെ പേരിൽ സ്നേഹാദരനായ ബ്രദറിന് ഹൃദ്യമായ നന്ദി. ബഹുമാനപ്പെട്ട ആശ്രമം സുപ്പീരിയർ ബ്രദർ ജോസഫ് മുൻപൊഴിക്കര CST പിതൃവാത്സല്യത്തോടെ നല്ലൊരു സന്ദേശം നൽകിയ ബ്രദറിന് അഗൈതവുമായ നന്ദി. സത്യസനാതന ദീപമേ, നിത്യപ്രഭാമയ മാർഗമേ, ഒത്തിരി മോഹത്തോടെത്തുമിദാസരിൽ നിത്യവും കാരുണ്യം തൂകിടണേ. സത്യസനാതന ദീപമേ, നിത്യപ്രഭാമയ മാർഗമേ, ഒത്തിരി മോഹത്തോടെത്തുമിദാസരിൽ
നിത്യവും കാരുണ്യം തൂകിടണേ സത്യസനാതന ദീപമേ ചൈതന്യമേ മധ്യനുമേവഴി കാട്ടിടണേ സത്യസനാതന ദീപമേ നിത്യപ്രഭാമയ മാർഗമേ ഒത്തിരി മോഹ ബദ്ധവട്ടവുമായി നീ തിരുമുമ്പിൽ വന്ന് കളി തുടങ്ങാം. അങ്ങനെ പള്ളിവാഴ ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പുരാട്ടി നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. പള്ളിവാഴ ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പുരാട്ടി നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. ഞങ്ങളുടെ പടിഞ്ഞാറ് നടയിൽ വാഴാറു കല്ലറയിൽ 7.5 വട്ടി വിത്തവിടെ കിടപ്പതുണ്ടേ. തരിക വേണം വടക്കും കുലം നല്ല പൊന്നച്ചരേ. പള്ളിവാഴ ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പുരാട്ടി നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. നെല്ലൊന്നും വിത്തൊന്നുമല്ല എന്നുടെ പൊന്മകളെ ആ വിത്ത് സുരവിത്തെന്നാണ് അതിന്റെ പേര്. കാലം പോലായുഗത്തിൽ ആദിയിലല്ലോ രംഗമില്ലല്ലോ കാലം പോലായുഗത്തിൽ ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ കാലം പോലായുഗത്തിൽ ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ കാലം പോലായുഗത്തിൽ കാലം പോലായുഗത്തിൽ ഊണുമില്ലല്ലോ ഉറക്കമില്ലല്ലോ കാലം പോലായുഗത്തിൽ എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോ കാലം പോലായുഗത്തിൽ എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോ കാലം പോലായുഗത്തിൽ കാലത്ത്
കൂത്തും കൂടിയാട്ടവും തുള്ളലും മാറി ഇന്നത് മൂകാഭിനയത്തിലെത്തിയിരിക്കുന്നു. ഈ മൈമിലൂടെ നിങ്ങൾ ഗ്രഹിക്കുന്നതെന്തോ അതാണ് യാഥാർത്ഥ്യം. കണ്ടറിയൂ, തിരിച്ചറിയൂ ഈ ലോകത്തെ.